കേന്ദ്രമന്ത്രി സ്ഥാനത്തിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തി എന്ന റിപ്പോർട്ടുകൾ. സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത് ക്യാബിനറ്റ് പദവി അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതല. വിവരങ്ങളുമായി ആതിര സാരസ്വത് ചേരുന്നു. ആതിര, ഈ ഇന്നലെ സുരേഷ് ഗോപിയുടെ പോക്ക് തന്നെ ഒരു വലിയൊരു ത്രില്ലറായിരുന്നു. കാരണം സുരേഷ് ഗോപി പോകുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ. അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രി മോദി നേരിട്ട് വിളിക്കുന്നു, അദ്ദേഹം പോകുന്നു. പിന്നീട് കേരളം ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമ്പോൾ സുരേഷ് ഗോപി എപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളതായിരുന്നു. ക്യാബിനറ്റ് റാങ്കിംഗ് എല്ലാം കഴിഞ്ഞു. പിന്നീട് സഹമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം സത്യപ്രതിജ്ഞ തുടങ്ങിയപ്പോൾ ഒരു നിരാശ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഒരു ക്യാബിനറ്റ് പദവി കേരളം പ്രതീക്ഷിച്ചിരുന്നതാണ്, അത് നൽകും എന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നതും. ഇപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ആ നീരസം അത് പ്രകടമാവുകയും ചെയ്യുന്നുണ്ട്. സിനിമകളിലെ പോലെ സമാനമായ ഒരു നാടകീയ രംഗങ്ങളാണ് ഇന്നലെ തിരുവനന്തപുരത്ത് അരങ്ങേറിയത്. കാരണം അദ്ദേഹം ഡൽഹിയിലേക്ക് പോയ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മെനഞ്ഞാന്നോട് തിരിച്ചെത്തുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു. ഇന്നലെ പുലർച്ചെ വീണ്ടും ഡൽഹിയിലേക്ക് മടങ്ങുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. ഉച്ചയ്ക്ക് രാവിലെ 10:30 വരെ അദ്ദേഹം ഈ നാടകീയ രംഗങ്ങൾ തുടർന്നു. 10:00-ക്ക് ശേഷമാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുമെന്ന് ഉറപ്പായത്. എന്നിട്ടും അതിനകത്തൊരു നാടകീയ രംഗങ്ങൾ തുടരുകയായിരുന്നു. അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രിയാകുമോ എന്നുള്ളതായിരുന്നു പിന്നീടുള്ള ആശങ്ക. എന്നാൽ അദ്ദേഹം വളരെ സിനിമാറ്റിക് സ്റ്റൈലിൽ പുറത്തേക്ക് വരികയും അത്തരത്തിൽ അദ്ദേഹം എല്ലാം തീരുമാനിച്ചു, അത് താൻ അനുസരിക്കുമെന്നുള്ള പ്രതികരണമൊക്കെ തരുന്നു. അതിനുശേഷം ഡൽഹിയിലേക്ക് പോകുന്നു. സഹമന്ത്രിയായാണ് അദ്ദേഹം ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത്. അതിൽ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. അതായത് താൻ ക്യാബിനറ്റ് പദവിയോ അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയിലുള്ള മന്ത്രിസ്ഥാനമോ ആണ് ആവശ്യപ്പെട്ടത്. എന്നാൽ തനിക്ക് ലഭിച്ചത് സഹമന്ത്രി സ്ഥാനമാണ് എന്നുള്ളതിലുള്ള അതൃപ്തി സുരേഷ് ഗോപിക്ക് നിലനിൽക്കുന്നുവെന്നാണ് അടുത്ത വൃത്തങ്ങൾ വഴി അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ജോർജ് കുര്യനെ താൻ മത്സരിച്ച് വിജയിച്ചതാണ്. തനിക്ക് തന്ന അതേ പദവി ജോർജ് കുര്യനും കൊടുത്തു എന്നതിലുള്ള നീരസവും സുരേഷ് ഗോപിക്ക് ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും BJP വൃത്തങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ സുരേഷ് ഗോപിക്ക് കുറച്ച് സിനിമകൾ ചെയ്യാനുണ്ട്. ആ സിനിമകൾക്ക് വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ പാഷന് വേണ്ടിയിട്ടും സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു കരുതലാണ് അദ്ദേഹത്തിന് നൽകിയ സഹമന്ത്രി സ്ഥാനമെന്നാണ് BJP വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും സുരേഷ് ഗോപി തന്റെ അതൃപ്തി ദേശീയ നേതൃത്വത്തെ നേരിട്ട് അറിയിച്ചെന്നുമുള്ള സൂചനകൾ നിലവിൽ ലഭിക്കുന്നുണ്ട്. സേതുലക്ഷ്മി, എന്താണെങ്കിലും BJP നേതൃത്വത്തിന്റെ ആ കരുതൽ അത് സുരേഷ് ഗോപിക്ക് അതിനോട് വലിയ താല്പര്യമില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആതിര, ഒരു ചോദ്യം കൂടി, അതായത് സുരേഷ് ഗോപി സാംസ്കാരിക മന്ത്രാലയത്തിലേക്കാണെന്നൊരു സൂചന വരുന്നു, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ആയുഷിനെ സഹമന്ത്രിയായും അദ്ദേഹത്തെ പരിഗണിക്കുന്ന ഒരു സൂചനയും നമുക്ക് നിലവിൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതിനകത്തൊരു വ്യക്തത നമുക്ക് ഈ നിമിഷം പറയാൻ കഴിയില്ല. സേതുലക്ഷ്മി, ശരി ആതിര, അങ്ങനെ സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനം ലഭിച്ചതിൽ സുരേഷ് ഗോപി അതൃപ്തി അറിയിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ക്യാബിനറ്റ് പദവി അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു, അതല്ലെങ്കിൽ സ്വതന്ത്ര ചുമതല വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതൊന്നും നൽകാതെ അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം നൽകിയതിൽ അതൃപ്തി ഉണ്ട് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ വൈകി മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആ ഒരു നീരസം അത് പ്രകടമായിരുന്നു. ഒപ്പം തന്നെ ജോർജ് കുര്യന് സഹമന്ത്രിയായി സ്ഥാനം നൽകിയതിലും അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സാംസ്കാരിക സഹമന്ത്രി സ്ഥാനം അതാവും അദ്ദേഹത്തിന് ലഭിക്കുക എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. എന്താണെങ്കിലും സുരേഷ് ഗോപിയുടെ അതൃപ്തി അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പോക്ക് മുതൽ ഒരു ത്രില്ലർ സിനിമകളെ അനുകരിക്കുന്ന തരത്തിലുള്ള ഒരു പോക്കും വരവും ഒക്കെ ആയിരുന്നു. ആ ഒരു സസ്പെൻസ് അത് ഇപ്പോഴും തുടരുകയാണ്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു തൻ്റെ പാഷൻ സിനിമയാണ്, അത് തുടരണമെന്നൊരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ഒരു സഹായം അത് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പദവി നൽകിയതാണെന്നാണ് BJP നേതൃത്വത്തിൻ്റെ വിശദീകരണം. എന്താണെങ്കിലും ഈ സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. സുരേഷ് ഗോപിയുടെ അതൃപ്തി കേന്ദ്രം വലിയ രീതിയിൽ ചർച്ച ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യവും ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ആതിര സരസ്വതാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.